ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ കോഡിൽ തന്നെ ഡാറ്റ നേരിട്ട് എഴുതി വെച്ചാണ് പ്രോഗ്രാം റൺ ചെയ്തിരുന്നത്. ഇനി നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റ വാങ്ങുന്നത് എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഒരു നെയിമാണ് എടുക്കുന്നതെങ്കിൽ നെയിം, ഇവിടെ നമ്മൾ നെയിം എഴുതും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതിന് പകരം നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് നെയിം വാങ്ങാം. അതിനുവേണ്ടി പൈത്തണിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇൻപുട്ടിനകത്ത് നമ്മൾ എൻ്റർ യുവർ നെയിം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ അടിച്ച എൻ്റർ യുവർ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നെയിം ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെയിം ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കണം. പ്രിൻ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിം അവിടെ പ്രിൻ്റായി വരും. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മെസ്സേജും കൂടെ യൂസറോട് പറയണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രിൻ്റ് ഹലോ നെയിം, അത് കഴിഞ്ഞിട്ട് വെൽക്കം ടു പൈത്തൺ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഹലോ വെൽക്കം ടു പൈത്തൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ കോമയിട്ട് എഴുതേണ്ട ആവശ്യം പൈത്തണിലില്ല. അതിനു വേണ്ടി നമുക്ക് വേറൊരു വഴി പൈത്തൺ തന്നെ തരുന്നുണ്ട്. അതാണ് എഫ് സ്ട്രിങ്. അതിന് നമ്മൾ ഒരു എഫ് ഇടുക, എന്നിട്ടൊരു ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മെസ്സേജ് ഹലോ, അത് കഴിഞ്ഞ് നമുക്ക് നെയിമാണ് വേണ്ടത്. അതിനൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അതിനുള്ളിൽ നെയിം കൊടുക്കുക. ശേഷം വെൽക്കം ടു പൈത്തൺ, ഇവിടെ ഒരു കോമ കൊടുക്കാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഹലോ നോഫൽ വെൽക്കം ടു പൈത്തൺ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് യൂസർ തരുന്ന നെയിം അപ്പർ കേസിലാക്കിയാണ് നമുക്ക് കാണിക്കേണ്ടത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നെയിം എങ്ങനെയാണോ തന്നത് അത് തന്നെയായിരിക്കും കാണിക്കുക. നമുക്കിത് അപ്പർ കേസിൽ കാണിക്കണമെങ്കിൽ ഈ നെയിമിൻ്റെ കൂടെ അപ്പർ എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് റൺ ചെയ്താൽ നമ്മൾ നെയിം ലോവർ കേസിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിലും അത് അപ്പർ കേസിലായി കാണിക്കും. ഇനി നമുക്ക് ലോവർ കേസിലാണ് കാണിക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ നമ്മളവിടെ ലോവർ കേസിൽ ലോവർ എന്ന് കൊടുക്കും. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പേര് തൽക്കാലം അപ്പർ കേസിൽ കൊടുക്കുകയാണ്. കണ്ടോ, ആ നെയിം ഇപ്പോൾ ലോവർ കേസായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇൻപുട്ട് മെത്തേഡ് വെച്ച് നമ്മൾ എന്തെടുത്താലും പൈത്തൺ അതൊരു സ്ട്രിങ് ആയിട്ടാണ് കാണിക്കുക. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിൻ്റ് നമ്മൾ ടൈപ്പിനുള്ളിൽ ആ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് കാണിച്ചു തരും. അത് ഇൻറ്റിജർ ആണോ സ്ട്രിങ് ആണോ എന്ന് നമുക്ക് കാണിച്ചു തരും. ഞാനിവിടെ പ്രോഗ്രാം റൺ ചെയ്ത ശേഷം അവിടെ ജസ്റ്റ് ഒരു നമ്പർ കൊടുക്കുകയാണ്. കണ്ടോ, നമ്പർ കൊടുത്താലും അതൊരു സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് അതൊരു ഇൻറ്റിജർ ആയിട്ട് തന്നെ വേണം എന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ ഒരു ഇൻറ്റിജർ മാത്രമേ ആവശ്യമുള്ളൂ, സ്ട്രിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം ഞാൻ നമ്പർ എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് നമ്പർ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. യൂസറുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കാൻ പോവുകയാണ്. വെറുതെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിട്ടെടുക്കും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ഇനി എൻ്റർ എ നമ്പർ കൊടുത്ത് നമുക്ക് അതിൻ്റെ ടൈപ്പ് ഒന്ന് നോക്കാം. പ്രിൻ്റ് ടൈപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു നമ്പർ അടിക്കുകയാണ്. കണ്ടോ, അത് ഇൻറ്റിജർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നമ്പറിന് പകരം നമ്മൾ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ പൈത്തൺ അത് എടുക്കില്ല, അതൊരു എറർ അടിക്കും. കണ്ടോ, ഇതുപോലെ ഇൻറ്റ് മാത്രമല്ല നമുക്ക് ഫ്ലോട്ട് കൊടുക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു ഫ്ലോട്ടായിട്ട് വന്നിട്ടുണ്ട്.
ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് യൂസർ തരുന്ന ഒരു ഡാറ്റയിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ വെൽക്കം ടു പൈത്തൺ എന്നത് ഞാനൊരു വേരിയബിളിലേക്ക് മാറ്റുകയാണ്. തൽക്കാലം മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ആ വെൽക്കം ടു പൈത്തൺ ഞാൻ മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നെയിം കൊടുത്ത പോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് പ്രിൻ്റ് ചെയ്താൽ നേരത്തെ വന്ന പോലെ തന്നെ വരും. കണ്ടോ? ഇനി നമുക്ക് ഈ മെസ്സേജിൽ ഒരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മെസ്സേജ് അതിൻ്റെ കൂടെ റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്ത് അതിനകത്ത് നമുക്ക് മാറ്റം വരുത്തേണ്ട വേർഡ് എന്താണ്, ഞാനിവിടെ പൈത്തൺ ആണ് മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഇനി ഏത് വേർഡായിട്ടാണ് മാറ്റേണ്ടത് എന്നുകൂടെ പറയണം. ഞാനിവിടെ അത് ജാവ എന്നാക്കി മാറ്റുകയാണ്. ഇനി ഈ മെസ്സേജിനെ നമുക്ക് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഞാനിവിടെ ന്യൂ മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഇതിനെ അസൈൻ ചെയ്തു. ഇനി ഈ ന്യൂ വേരിയബിളിൽ വെൽക്കം ടു ജാവ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ മെസ്സേജിന് പകരം ആ ന്യൂ മെസ്സേജ് കൊടുത്തു. ഇനി പ്രോഗ്രാം സേവ് ചെയ്ത ശേഷം റൺ ചെയ്യുകയാണ്. ഞാനിവിടെ നെയിം കൊടുത്തു. കണ്ടോ? ഹലോ വെൽക്കം ടു ജാവ എന്നായി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഒന്ന് സ്വയം ചെയ്തു നോക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം.